നമസ്കാരം. പാർലമെന്റിൽ കഴിഞ്ഞ ദിവസം അരങ്ങേറിയ സംഭവവികാസങ്ങൾ ഏവരും കഴിഞ്ഞ ദിവസം വൈകിട്ട് തത്സമയം ശ്രദ്ധിച്ചു കാണും. ശശി തരൂർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു താൻ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ചർച്ചയിൽ പങ്കെടുക്കാനില്ലെന്ന്. അപ്പോൾ കോൺഗ്രസ് എം പി മനീഷ് തിവാരി എന്തുകൊണ്ട് മനീഷ് തിവാരി ഓപ്പറേഷൻ സിന്ദൂറിൽ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ട് പാർലമെന്റിൽ സംസാരിച്ചില്ല? സംസാരിക്കാൻ മനീഷ് തിവാരിക്ക് താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ പുറത്തു വന്ന വാർത്തകൾ മനീഷ് തിവാരി ചർച്ചയിൽ നിന്നും അവസാന നിമിഷം പിന്മാറിയെന്നാണ്. രഹസ്യമായി പിന്മാറിയതല്ല, സമൂഹ മാധ്യമത്തിൽ എക്സിൽ അദ്ദേഹം തന്റെ അഭിപ്രായം കുറിക്കുകയും ചെയ്തു. അത് പിന്നീട് പറയാം. മനീഷ് തിവാരിക്ക് ചർച്ചയിൽ പങ്കെടുക്കാൻ സാധിക്കാത്തതിന്റെ കാരണം ചർച്ചയിൽ പങ്കെടുക്കാൻ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി അനുമതി നൽകിയില്ല എന്ന് തന്നെയാണ്. മറ്റൊരു കാരണവുമില്ല. സംസാരിച്ചാൽ മനീഷ് തിവാരിയും ശശി തരൂരിന്റെ വഴിയെ പോകുമോ എന്നൊരു പേടി. മുൻ കേന്ദ്രമന്ത്രിയാണ്, ചണ്ഡീഗഡിന്റെ എം പിയുമാണ് മനീഷ് തിവാരി. തൊട്ടു പിന്നാലെ തന്നെയും തരൂരിനെയും കുറിച്ച് പാർലമെന്റിൽ സംസാരിക്കാനില്ല എന്ന തരത്തിൽ വന്നൊരു പത്രവാർത്ത ട്വീറ്റ് ചെയ്തിട്ട് അതിലിങ്ങനെ എഴുതി ഒരു അടിക്കുറിപ്പ്. 1970 പൂരബോർ പശ്ചിം എന്ന സിനിമയിലെ പ്രശസ്തമായ ഒരു ദേശഭക്തി ഗാനം, ഭാരത് കാ രഹ്നേവാല ഹോം, ഭാരത് കി ബാത് സുനാ ഹോം, ജയ് ഹിന്ദ്, അത്രമാത്രം. പാർലമെന്റ് പുറത്തെത്തിയപ്പോൾ അദ്ദേഹത്തിന് ഈ പോസ്റ്റിനെ കുറിച്ച് മാധ്യമങ്ങൾ ചോദിച്ചു. അപ്പോൾ മനീഷ് തിവാരി ഒരു മറുപടി പറഞ്ഞു. ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, ഇഫ് യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് മൈ സൈലൻസ് യു വിൽ നെവർ അണ്ടർസ്റ്റാൻഡ് മൈ വേർഡ്സ്. അതെ, എന്റെ നിശബ്ദത നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും എന്റെ വാക്കുകളും മനസ്സിലാകില്ല. മനീഷ് തിവാരിയുടെ ഈ വാക്കുകളിൽ എല്ലാം ഉണ്ടായിരുന്നു. പാർലമെന്റിൽ ചർച്ചയ്ക്കുള്ള കോൺഗ്രസ് പ്രഭാഷകരുടെ പട്ടികയിൽ ഒടുവിൽ മനീഷ് തിവാരിയുടെയും തരൂരിന്റെയും, സ്വാഭാവികം തരൂരിന്റെ പേരുണ്ടാകില്ലെന്ന് എല്ലാവരും കരുതിയതാണ്. അതുപോലെ തന്നെ മനീഷ് തിവാരിയുടെ പേരുണ്ടായിരുന്നില്ല. രണ്ടുപേരും ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം കേന്ദ്ര സർക്കാർ പറഞ്ഞുവിട്ട, മറ്റു രാജ്യങ്ങളിലേക്ക് പറഞ്ഞുവിട്ട ഇന്ത്യൻ പ്രതിനിധി സംഘത്തിന്റെ ഭാഗമായിരുന്നു. മനീഷിന് മാത്രമല്ല, ഓപ്പറേഷൻ സിന്ധുവുമായി ബന്ധപ്പെട്ട് പ്രതിനിധി സംഘത്തിലും അല്ലാതെയുമൊക്കെ പങ്കെടുത്ത മറ്റ് പ്രതിപക്ഷ എം പിമാർക്കെല്ലാം വിലക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ എം പിമാരെ മാറ്റി നിർത്തി പുതിയ എം പിമാരെ പ്രസംഗിക്കാനായി കോൺഗ്രസ് സഭയിൽ തിരഞ്ഞെടുത്തത്. ആനന്ദ് ശർമ്മ, സൽമാൻ ഖുർഷിദ് എന്നീ മുൻ വിദേശകാര്യമന്ത്രിമാരും അവരെ പോലും സംസാരിക്കാൻ അനുവദിച്ചില്ല. ഇന്ത്യയുടെ ഭാഗം ചേർന്ന് സംസാരിക്കാനാണ് മനീഷ് തിവാരി പാർലമെന്റിൽ ആഗ്രഹിച്ചത്. അങ്ങനെ തന്നെ വേണം ഒരു ഇന്ത്യൻ എം പിക്ക്. അല്ലാതെ കളിയാക്കി ഓപ്പറേഷൻ സിന്ദൂറിനെ, ഇന്ത്യയുടെ ജനതയെ രക്ഷിക്കാൻ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിനെ തള്ളിക്കളയാനല്ല ഒരു കോൺഗ്രസ് എം പി ശ്രമിക്കേണ്ടത്. അത് മനീഷ് തിവാരിക്ക് വ്യക്തമായി അറിയാം. എന്തായാലും ഇന്ത്യയുടെ ഭാഗം ചെയ്ത് സംസാരിക്കുക, അല്ലാതെ BJP-യെ അനുകൂലിച്ച് സംസാരിക്കാനല്ല തിവാരി തീരുമാനമെടുത്തത്. പക്ഷേ കോൺഗ്രസിന് സംശയമാണ്. ശശി തരൂരിനെയായിരുന്നു കോൺഗ്രസ് ആദ്യം പാർലമെന്റിൽ നിന്ന് സംസാരിക്കുന്നത് മാറ്റി നിർത്തിയത്. അതോടെയാണ് തരൂർ മൗനവ്രതത്തിലാണ് എന്ന് പറഞ്ഞത്. മാന്യമായി പറഞ്ഞു താൻ പങ്കെടുക്കുന്നില്ലെന്ന്. എന്തായാലും മറ്റു കോൺഗ്രസ് എം പിമാരുടെ തരൂർ പറഞ്ഞത്, താൻ കോൺഗ്രസിനെ ന്യായീകരിച്ച് ഓപ്പറേഷൻ സിന്ധൂരിനെ എതിർക്കുകയോ ഓപ്പറേഷൻ സിന്ധൂരിനെ ന്യായീകരിച്ച് BJP ചെയ്തതിനെ ന്യായീകരിക്കുകയോ ചെയ്യുന്നില്ല. താൻ പറയാൻ പോകുന്നത് തന്റെ രാജ്യത്തിന് വേണ്ടിയാണ്. അത് തന്നെയാണ് ഈ പല വിദേശ രാജ്യങ്ങളിലും പോയി താനടക്കമുള്ള പ്രതിനിധി സംഘം പറഞ്ഞത്. 30 രാജ്യങ്ങളിലാണ് എല്ലാ പ്രതിനിധികളും അടങ്ങുന്ന സംഘങ്ങൾ യാത്ര ചെയ്തത്. എന്തായാലും ലോക രാജ്യങ്ങളിൽ നിന്ന് സംസാരിച്ച അതേ പോയിന്റുകൾ ഉൾപ്പെടുത്തി ഓപ്പറേഷൻ സിന്ധൂരിനെ ന്യായീകരിച്ച് തന്നെയാകും താൻ പറയുക. അതിനെ വീണ്ടും അങ്ങനെ സംസാരിച്ചാൽ കോൺഗ്രസ്സുകാരെ വളച്ചൊടിച്ച് വീണ്ടും അത് BJP സ്തുതിയെന്നോ മോദി സ്തുതിയെന്നോ ഒക്കെ വീണ്ടും പറയും. അതുകൊണ്ട് തന്നെയാണ് തരൂർ ഒന്നും മിണ്ടാതിരുന്നത്. തൊട്ടു പിന്നാലെയാണ് മനീഷ് തിവാരിയും മിണ്ടാതിരുന്നതും പുറത്തുനിന്ന് തന്നെ മൗനം ഭജിച്ചതും. അതുകൊണ്ട് കോൺഗ്രസ് എന്തെങ്കിലും നേട്ടമുണ്ടായോ? ഇല്ല. പ്രതിപക്ഷത്തെ വലിച്ചിഴച്ച് രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിയുടെ മുന്നിൽ കൊണ്ടിട്ട് കൊടുത്തു കടിച്ചു കീറാനായിട്ട്. ബാക്കിയുണ്ടായിരുന്നത് അമിത്ഷായും മറ്റുമായി കടിച്ചു കീറുകയും ചെയ്തു. ലോക്സഭയിൽ ഓപ്പറേഷൻ സിന്ധൂർ ഒരു തമാശയാണെന്ന് മണിക്കൂറിന് പറഞ്ഞു നടക്കുന്ന പ്രതിപക്ഷം കരുതിയത് ഇന്ത്യ സഖ്യത്തിന്റെ പിന്തുണയിൽ ബലത്തിൽ പാർലമെന്റിൽ കിടന്ന് വിലസാമെന്നായിരുന്നു. പക്ഷേ കത്തി കയറില്ലെന്നേ ഉള്ളൂ. കരിന്തിരി കത്തുന്നത് പോലെയായിരുന്നു പ്രതിപക്ഷത്തിന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രകടനം. പഹൽഗാം ഭീകരാക്രമണത്തിനും ഇന്ത്യയുടെ പ്രത്യാക്രമണമായ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷവും തരൂർ നടത്തിയ പരസ്യ പ്രസ്താവനകൾ അത് കോൺഗ്രസ് നേതൃത്വത്തെ കഴിഞ്ഞ 1-2 മാസമായി ചൊടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് തരൂർ എവിടെ നിന്ന് വന്നോ, തരൂർ വന്നത് വിശ്വ പൗരനായിട്ടാണ് കോൺഗ്രസിലേക്ക് വന്നത്. തിരുവനന്തപുരം MP ആയിട്ട് ഇത് 3ാം തവണ. അപ്പൊ തരൂരിനോട് പറഞ്ഞത്, നിങ്ങൾ എന്തായാലും കോൺഗ്രസ് വിട്ടുപോകുന്നെങ്കിൽ പൊയ്ക്കോ എന്നാണ് കേരളത്തിലടക്കമുള്ള
ഒരു വിഭാഗം പ്രബല നേതാക്കൾ തരൂരിന്റെ മുഖത്ത് നോക്കി പറഞ്ഞത്. ഇപ്പോൾ തരൂർ കേരളത്തിൽ ഏത് ജില്ലയിൽ ചെന്നാലും തരൂരിന് പാർട്ടിപരമായ പരിപാടികളൊന്നുമില്ല. എല്ലാം മറ്റ് സാമൂഹികമായ മറ്റ് സംഘടനകളുടെയൊക്കെ പരിപാടികളാണ് തരൂർ പങ്കെടുക്കുന്നത്. തരൂർ വരാതിരിക്കുന്നില്ല. തിരുവനന്തപുരത്തടക്കം തരൂർ വരുന്നുണ്ട്, പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ തരൂരിനെ കോൺഗ്രസിന് വേണ്ട, കളഞ്ഞിട്ട് പോകുന്നുണ്ടെങ്കിൽ പോകട്ടെ എന്നാണ് അവരുടെ നിലപാട്. പക്ഷെ തരൂർ പറഞ്ഞത് എന്താണ്? തന്റെ ആദ്യത്തെ വിശ്വസ്തത തന്റെ രാഷ്ട്രത്തോട് തന്നെയാണ്, അതിനുശേഷമേ ഉള്ളൂ പാർട്ടി. അത് പറഞ്ഞിട്ട് താൻ എതിർക്കുന്ന ഭരണപക്ഷത്തെ എതിർക്കില്ല എന്നോ എതിർക്കുമോ എന്നോ പറയാൻ താനില്ല. കാരണം തന്റെ വിശ്വസ്തത രാഷ്ട്രത്തോടാണ്, തന്റെ കൂറ് രാഷ്ട്രത്തോടാണ് തരൂർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മാധ്യമപ്രവർത്തകർ പാർലമെന്റിലെ തരൂരിന്റെ നിലപാടിനെ കുറിച്ച് ചോദിച്ചപ്പോൾ മൗനവ്രതം എന്ന ഒറ്റ വാക്കിൽ തരൂർ ഒതുക്കിയത്. പക്ഷെ BJP വിട്ടില്ല. മുതിർന്ന BJP നേതാവ് ബൈജയന്ത് പാണ്ഡെ മനീഷ് തിവാരിയും തരൂരിനെയും പ്രസംഗിക്കാൻ പ്രതിപക്ഷം അനുവദിക്കാത്തതിൽ കണക്കറ്റ് പരിഹസിക്കുകയും ചെയ്തു. നന്നായി സംസാരിക്കാൻ കഴിയുന്ന കോൺഗ്രസ് നേതാക്കൾ സഭയിൽ ഉണ്ടായിട്ടും, നല്ല പ്രഭാഷകനായ ശശി തരൂർ പാർലമെന്റിൽ ഉണ്ടായിട്ടും അദ്ദേഹത്തെ സംസാരിക്കാൻ അനുവദിക്കാത്തത് വളരെ മോശമായി പോയി എന്നാണ് ബൈജയന്ത് തുറന്നടിച്ചത്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച